ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നമ്മുടെ 6th CBSE നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ ചാപ്റ്ററിൽ നമുക്ക് ടെമ്പറേച്ചറിനെ കുറിച്ച് മെഷർമെന്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തെർമോമീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് അല്ലേ നമ്മുടെ ചാപ്റ്റർ. സോ നമുക്ക് അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ദ നോർമൽ ടെമ്പറേച്ചർ ഓഫ് എ ഹെൽത്തി ഹ്യൂമൻ ബീങ് ഈസ് നമുക്കറിയാം എത്രയാണ്, 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ഓക്കെ, മറന്നു പോകരുത്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പാർട്ട് ഓഫ് തെർമോമീറ്റർ. നമുക്ക് ഇവിടെ തെർമോമീറ്റർ തന്നിട്ടുണ്ട്. സോ 3 ക്വസ്റ്റ്യൻസ് അത് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. വാട്ട് ടൈപ്പ് ഓഫ് തെർമോമീറ്റർ ഈസ് ഇറ്റ്? നമുക്കറിയാം ദിസ് ഈസ് ലബോറട്ടറി തെർമോമീറ്റർ അല്ലെ. ലബോറട്ടറി തെർമോമീറ്റർ ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദിസ് തെർമോമീറ്റർ? നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് തെർമോമീറ്റർ തന്നിട്ട് അതിൽ റീഡിങ്സും തന്നിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളോട് എഴുതാൻ പറയും അതിൽ എത്രയാണ് കാണിക്കുന്നതെന്ന്. നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ ഓരോ ലൈനും ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള കളിയാണ്. സോ ഓരോ ലൈനും എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ലൈനും എണ്ണീച്ച് വേണം നമ്മുടെ ആൻസർ പറയാൻ. സോ മക്കളെ, ഇതുവരെ 20 ഉണ്ട്, ദെൻ 21, 22, 23, 24, 25 and 26. So the answer is 26 degree Celsius. മാറി പോകരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സ്മോളസ്റ്റ് വാല്യൂ? ലീസ്റ്റ് കൗണ്ട് എന്നാ നമ്മൾ പറയാം. ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കൗണ്ട്, അതായത് അതിൽ നിന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ അല്ലെ. ഇത് എത്രയാണ് നമുക്കറിയാം. ഓരോ ലൈനും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഓരോ ഡിഗ്രി സെൽഷ്യസിനെയാണ് അല്ലെ. സോ ദ സ്മോളസ്റ്റ് വാല്യൂ ഈസ് 1 ഡിഗ്രി സെൽഷ്യസ്. മാറിപ്പോകരുത്. സോ നമുക്ക് 2 ടൈപ്പ് തെർമോമീറ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററുമാണ് അല്ലെ. ക്ലിനിക്കൽ തെർമോമീറ്റർ നമുക്കറിയാം, തെർമോമീറ്റർ ദാറ്റ് യൂസ്ഡ് ടു മെഷർ അവർ ബോഡി ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്ലിനിക്കൽ തെർമോമീറ്റർ അല്ലെ. നമുക്കത് 2 ടൈപ്പ് ആയിട്ടും കാണാൻ പറ്റാറുണ്ട്. So clinical thermometer consists of a long narrow uniform glass tube. ദാ ഇവിടെ നമ്മളൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, മക്കൾ അത് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സിലും ഇത് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ അതും നമുക്കറിയാം, ഡിജിറ്റ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലബോറട്ടറി തെർമോമീറ്റർ ആണ്. നമ്മൾ ലബോറട്ടറി പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് ആണ്, അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ച് ആണ് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വെക്കുന്നത് കേട്ടോ. ഇത്രയാണ് -10 ഡിഗ്രി സെൽഷ്യസ് ടു 110 ഡിഗ്രി സെൽഷ്യസ്. ഇതെന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ചു വെക്കുക. Okay, and the next question, a laboratory thermometer is not used to measure our body temperature. നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ലബോറട്ടറി തെർമോമീറ്റർ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിക്കോസ് ലബോറട്ടറി തെർമോമീറ്റർ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, മറ്റു പല ആവശ്യം ലബോറട്ടറി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ. അത് മാത്രമല്ല, അതിലെ ടെമ്പറേച്ചറിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ആയിരിക്കും. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചറായിട്ട് എന്താവില്ല, അത് മാച്ച് ആവുന്നില്ല കേട്ടോ. നോട്ട് സ്യൂട്ടബിൾ ഫോർ അവർ ബോഡി ടെമ്പറേച്ചർ എന്ന് വേണം നിങ്ങൾ എഴുതാൻ. ഇറ്റ് ഹാസ് വൈഡ് റേഞ്ച് എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, സെറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് റീഡിങ് നോക്കേണ്ടത് എന്നുള്ളത്. സോ ഇതിലെ നോക്കിക്കേണ്ടത് ഒരു തെർമോമീറ്റർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ റീഡിങ് എത്രയാണ് കാണിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, ഓപ്ഷൻസ് നോക്കുക. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യാൻ നോക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കും അല്ലെ. നമ്മൾ വിചാരിക്കുമോ റീഡിങ്സ് ഒക്കെ ചോദിക്കുന്നതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻ അല്ലേ, പക്ഷെ അങ്ങനെയല്ല. ഇതിലെ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലൈനുകളൊക്കെ നിങ്ങൾ എണ്ണി നോക്കിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടുള്ളൂ കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്.